സോ ഗൈസ് നമ്മുടെ വൺ പീസിൻ്റെ ചാപ്റ്റർ 1188 സ്പോയിലേഴ്സ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇതിൽ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, പക്ഷേ ഇതിൽ ചെറിയ സ്പോയിലറാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ബ്രീഫ് ആയിട്ടുള്ളത് കുറച്ചും കൂടെ നല്ല വലിയ സ്പോയിലർ പുറത്ത് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ സ്പോയിലറിൽ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ആരംഭിച്ച് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷനും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങളിലേക്ക് കൃത്യം എടുത്തുള്ളൂ. അപ്പോൾ ഞാൻ അധികം പറഞ്ഞു ഉറപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ചാപ്റ്ററിൻ്റെ പേര് വരുന്നത് വോയിഡ് എന്നാണ്. എന്താണ് ഉദ്ദേശിച്ചതെന്നൊന്നും മനസ്സിലായിട്ടില്ല. പിന്നെ നമ്മുടെ കവർ സ്റ്റോറിയിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്ട്രോ ഹാഡ്സിനെ വെള്ളത്തിന് അടിയിലായിട്ടാണ് കാണിക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മുടെ മെയിൻ സ്റ്റോറിയിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ജോയ് ബോയിനെ നമ്മുടെ ഇമൂടെ മെമ്മറീസ് കാണിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുമാത്രമല്ല നമ്മുടെ ജോയ് ബോയിൻ്റെ ചിരി കാണാൻ ഏകദേശം നമ്മുടെ ലൂഫി എങ്ങനെയാണോ ലാഫ് ചെയ്യുമ്പോൾ ഉണ്ടാകാറുള്ളത് അതുപോലെ തന്നെ ഉണ്ടെന്ന് ഇവിടെ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിനർത്ഥം ഒരു പക്ഷേ നമ്മുടെ ലൂഫിയും ജോയ് ബോയും ഏകദേശം ഒരേപോലെ തന്നെയുള്ള ഒരു ക്യാരക്ടർ ആവാൻ ചാൻസ് ഉണ്ട്. അതുമാത്രമല്ല ഒരു പക്ഷേ നമുക്ക് നമ്മുടെ എൽബ ഫാർക്ക് തന്നെ നമ്മുടെ ജോയ് ബോയുടെ ഫേസും റിവീൽ ആവാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ ഇമൂസാമയുടെ ഫേസും കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്തത് നമ്മുടെ എൽബ ഫാർക്കിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആർക്കിൽ നമ്മുടെ ജോയ് ബോയുടെ ഫേസ് റിവീൽ ചെയ്യുമെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലൂഫി ഒരു ജീനിയുടെ ഫോമിലേക്ക് മാറുന്നുണ്ടെന്ന് ഇവിടെ പറയുന്നുണ്ട്, അതും ഗിയർ 5 പോയതിന് ശേഷം. സോ അതുവരെ സീരിയസ് ആയിട്ടുണ്ടായിരുന്ന നമ്മുടെ ലൂഫി വീണ്ടും ഒരു ഗൂഫി ഫോമിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ചാപ്റ്ററിൻ്റെ അവസാനമായിട്ട് നമ്മുടെ ലൂഫീനെ നമ്മുടെ ഇമൂസമ സ്റ്റാബ് ചെയ്തെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതും നമ്മുടെ ഇമൂസമ സ്റ്റാബ് ചെയ്യുന്നത് ഇമൂസമ അതുവരെ ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്പിയർ ഒരു സോഡിലേക്ക് ട്രാൻസ്ഫോം ചെയ്തതിന് ശേഷമാണെന്നും അത് കാണാൻ എക്സാക്ട്ലി നമ്മുടെ ക്രോക്കഡൈൽ എങ്ങനെയായിരുന്നു നമ്മുടെ ലൂഫീനെ സ്റ്റാബ് ചെയ്തത് അതേ ഒരു രീതിയിലാണ് നമ്മുടെ ഇമൂസമ നമ്മുടെ ലൂഫിനെ ഇവിടെ സ്റ്റാബ് ചെയ്തിട്ടുള്ളതെന്നും ഇവിടെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഇമൂസമ നമ്മുടെ ലൂഫിനോട് പറയുന്നുണ്ട്, എനിക്കറിയാം നീ ജോയ് ബോയ് അല്ല എന്ന്, കാരണം നമ്മുടെ ജോയ് ബോയ് ഒരിക്കലും ഇത്രമാത്രം വീക്ക് ആയിരിക്കില്ല എന്ന് നമ്മുടെ ഇമൂസമ നമ്മുടെ ലൂഫിനോട് പറയുന്നുണ്ട്. ഈ ഒരു സംഭവത്തിലാണ് ചാപ്റ്റർ അവസാനിക്കുന്നതെന്നാണ് നമ്മുടെ സ്പോയിലർ പറഞ്ഞിട്ടുള്ളത്. സോ നമ്മുടെ ലൂഫിനെ നമ്മുടെ ഇമൂസമ ഇവിടെ ഏകദേശം ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഈ ഒരു അറ്റാക്കിന് ശേഷം നമ്മുടെ ലൂഫിക്ക് റിക്കവർ ചെയ്ത് വരാൻ പറ്റുമെന്ന്. കാരണം കുറേ കാലങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ലൂഫിക്ക് ഇത്രയും ഒരു വൈറ്റലായിട്ടുള്ളൊരു ഇഞ്ചുറി ഉണ്ടാകുന്നത്. സോ ഇതിന് ശേഷം നമ്മുടെ ലൂഫിയും അതുപോലെ തന്നെ നമ്മുടെ നിഡ്ഹോക്ക് അഥവാ ലോക്കി ഇവിടെ വീണ് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും ഒരു പക്ഷേ നമ്മൾ ഇമൂസമ വോയിഡ് സെഞ്ചുറിയെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ റിവീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഒരു പക്ഷേ ഇവിടെ നിന്നൊരു ഫ്ലാഷ് ബാക്ക് തന്നെ തുടങ്ങിയേക്കാം. അത് ഒരു പക്ഷേ 1 വർഷം വരെ നീണ്ടു നിൽക്കാനും നല്ല ചാൻസ് ഉണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് സ്പോയിലേഴ്സിലുള്ളത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. അതുകൊണ്ട് വീഡിയോ എത്തിയുള്ളൂ. ഓക്കെ ബൈ.